വഖഫ് ഭേദഗതി ബില്ലിലെ 14 ഭേദഗതികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രതിപക്ഷവുമായി തർക്കങ്ങൾ നിലനിൽക്കെയാണ് മന്ത്രിസഭ 14 ഭേദഗതികൾക്ക് അംഗീകാരം നൽകിയത്. ഇന്ത്യയിൽ മുസ്ലിം ചാരിറ്റബിൾ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളിൽ 44 മാറ്റങ്ങൾക്ക് കൂടി വഖഫ് ഭേദഗതി ബില്ലിൽ നിർദ്ദേശങ്ങളുണ്ട്. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി നിർദ്ദേശിച്ച 23 മാറ്റങ്ങളിൽ 14 എണ്ണം കഴിഞ്ഞയാഴ്ച നടന്ന യോഗത്തിൽ മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. ഭേദഗതി ചെയ്ത ബില്ല് മാർച്ച് 10 സഭ വീണ്ടും സമ്മേളിക്കുമ്പോൾ അവതരിപ്പിക്കുവാനാണ് സാധ്യത. 2025 ഫെബ്രുവരി 13 JPC റിപ്പോർട്ട് സമർപ്പിച്ചത്. JPCയുടെ പ്രവർത്തനത്തെ ചൊല്ലി പ്രതിപക്ഷവും BJPയും തമ്മിൽ നീണ്ട തർക്കത്തിനു ശേഷമാണ് JPC റിപ്പോർട്ട് സമർപ്പിച്ചത്. ശരിയായ കൂടിയാലോചന കൂടാതെ ബിൽ തിടുക്കത്തിൽ പാസാക്കിയതായും പക്ഷാപാതം കാണിച്ചതായും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ വോട്ടിനിട്ട് തള്ളുകയാണ് ഉണ്ടായത്. അതേസമയം ഭേദഗതികൾ നിർദ്ദേശിക്കുവാൻ എല്ലാവർക്കും മതിയായ സമയം നൽകിയതായും എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുവാൻ ശ്രമിച്ചതായും പാനലംഗവും ലോക്സഭാ MPയുമായ അപരാജിത സാരംഗി പറഞ്ഞു. തുടർന്ന് BJPയുടെയും സഖ്യകക്ഷികളുടെയും 23 നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടുകയും വോട്ടെടുപ്പിന് ശേഷം 14 എണ്ണം അംഗീകരിക്കുകയും ചെയ്തു. ബില്ലിന്റെ യഥാർത്ഥ കരടിൽ വ്യക്തമാക്കിയിരിക്കുന്നതുപോലെ 2 അമുസ്ലിം അംഗങ്ങൾ ബോർഡിൽ ഉണ്ടായിരിക്കണമെന്നുള്ളത് നിലവിലെ 14 മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു. മറ്റൊരു പ്രധാന മാറ്റം ഒരു സ്വത്ത് വഖഫാണോ എന്ന് നിർണയിക്കുവാൻ ബന്ധപ്പെട്ട സംസ്ഥാനം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിക്കുക എന്നതാണ്. കരട് ബില്ലിൽ ഈ തീരുമാനം ജില്ലാ കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തേത് സ്വത്ത് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളിടത്തോളം കാലം മറ്റു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ അത് വഖഫ് സ്വത്തായി നിലനിൽക്കും എന്നതാണ്. ഗവൺമെന്റിന്റെയോ തർക്കം നിലനിൽക്കുന്ന ഭൂമിയോ ആണെങ്കിൽ ഇത് ബാധകമാവില്ല. എന്നാൽ കോൺഗ്രസ് നേതാവും JPC അംഗവുമായ ഇമ്രാൻ മസൂദ് പറയുന്നത് വഖഫ് സ്വത്തുക്കളുടെ 90% യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ്. അതോടൊപ്പം ഓരോ വഖഫ് ബോർഡിലേക്കും മുസ്ലിം അല്ലാത്തവരെയും വനിതാ അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നതും ബില്ലിലുണ്ട്. ബില്ല് നിയമമായാൽ മുസ്ലിം മതം സ്വീകരിച്ച് 5 വർഷത്തിൽ കൂടുതലാകാത്തവർക്കും ഇനി വഖഫ് നൽകാൻ ആവില്ല.